അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഒരു അറബിയോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു അഭിമാനമുണ്ട്. അറബിയുടെ മകനോടാണെന്ന് ഞാൻ തിരുത്തും. തിരുത്തും അല്ലേ? പിന്നെ ഒമാനിയൻ സിറ്റിസൺഷിപ്പ് ഇപ്പൊ ഉണ്ട്? ഇല്ല, എൻ്റെ ഉമ്മക്ക് പിന്നെ എൻ്റെ അനിയന്മാർക്ക് അനിയത്തികൾക്കും നമ്മള് കേരളത്തിനും ഇന്ത്യനും വേണ്ടിയത് ഫുട്ബോളിന് വേണ്ടി മാറ്റിവെച്ചു. സമയം അതിനോടാണ് കൂടുതൽ താല്പര്യം. ഇതില് ബേപ്പൂർ എന്നുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഇന്നിപ്പോ നമ്മൾ ഇരിക്കുന്നത് ജമോറിൻസിന്റെ ഈ ഗ്രൗണ്ടിലാണ്. ബേപ്പൂർ പഞ്ചായത്തില് അരക്കിണർ എന്നുള്ള സ്ഥലത്ത് നിന്ന്. അതെ, 8 വർഷത്തോളമായിട്ട് ഇവിടുത്തെ ഗുരുവായൂരപ്പൻ കോളേജിലെ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്നത് നിങ്ങളാണ്. ഫുട്ബോൾ ഇന്ന് ഒരുപാട് ഡെവലപ്പായി വന്നു. ഫുട്ബോളുകൾക്ക് അക്കാദമികളുണ്ട്, ഒരുപാട് പരിശീലന സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണോ അല്ലെങ്കിൽ ടെക്നിക്കുകൾ എന്താണോ എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ കളിക്കുന്ന കാലത്ത് കൂട്ടുപോലും മര്യാദക്ക് കിട്ടാത്തൊരു കാലം, അല്ലെങ്കിൽ മുറിവ് പറ്റിയാൽ പോലും അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു കാലം. ആ കാലത്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു താരനിര വരുന്നത്. സെവൻസ് മൈതാനങ്ങളിൽ ഞങ്ങൾ എന്നും നിറഞ്ഞു കണ്ടുകൊണ്ടിരുന്ന ആ ടീം മൊത്തം വരുന്നത്. എങ്ങനെയായിരുന്നു തുടക്കം? ആക്ച്വലി നെയ്നാമ്പളപ്പാണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. നെയ്നാമ്പളപ്പാണ്. ഇവർ ഏകദേശം ഒരു 8 വയസ്സോളം ഞാൻ അവിടെയാണ്. നെയ്നാമ്പളപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻഫ എന്ന് പറഞ്ഞ ഒരു ഫാൻസ് അസോസിയേഷനൊക്കെ ഫിഫ അംഗീകരിച്ച് ഫിഫയിൽ ഒരു കാലഘട്ടത്തിൽ ലോകകപ്പ് ഫുട്ബോള് ഇന്ത്യൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ വരെ കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് എൻഫ എന്ന് പറയുന്നത്. സുബൈർക്ക എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ സ്ഥാനം. അപ്പോൾ അവിടെയാണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. അവിടെ പുറത്തിറങ്ങിയാൽ കാണുന്നതൊക്കെ കടലോരത്തും എല്ലാതെയും ഒക്കെ കളി കാണുന്നത്, കളിക്കാരെല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ അരക്കിണർ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വരുന്നത്. അതിൻ്റെ ശേഷമാണ് കുറച്ചും കൂടെ ഫുട്ബോള് കാര്യമായ രീതിയിൽ നമ്മളെ ലൈഫിനെ സ്വാധീനിക്കാൻ തുടങ്ങിയത്. അരക്കിണറിൽ ARSC അരക്കിണറും അതുപോലെ സോക്കർ സ്റ്റാർ അരക്കിണർ എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക ക്ലബ്ബുകളിലാണ്. കാരണം തീർച്ചയായിട്ടും മുൻപുണ്ടായിരുന്നത്, ഇന്നത് അക്കാഡമികൾ കൈയടിക്കെങ്കിൽ മുൻപ് നമ്മളെപ്പോലുള്ള കളിക്കാരൊക്കെ വന്നിരുന്നത് പ്രാദേശിക ക്ലബ്ബുകളിലൂടെ. പ്രാദേശിക തലത്തിലുള്ള ആളുകൾ കണ്ടെത്തും, അവരിലൂടെ പ്രാദേശിക ക്ലബ്ബുകളിൽ അവസരം കിട്ടും. അതൊക്കെ ഇന്ന് പ്രാദേശിക ക്ലബ്ബുകളുടെ എണ്ണം വളരെ പരിമിതപ്പെട്ടു. എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ജില്ലയിൽ അത്തരത്തിലുള്ള 100ഓളം പ്രാദേശിക ക്ലബ്ബുകളില്ലാണ്ടായി. അവർ വെറും ചാരിറ്റി ആ മേഖലയിലേക്ക് മാറി. അതുകൊണ്ട് ആ സ്ഥാനത്തേക്കൊക്കെ മുക്കിന് അക്കാഡമികൾ വളരാൻ തുടങ്ങി. അക്കാഡമി പ്രോസസ്സ് വന്നു, ഗ്രാസ് റൂട്ട് പ്രോസസ്സ് വന്നു. അതിൽ ഗുണവും ദോഷമൊക്കെ ഉണ്ട്. സാധാരണ എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിന് ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് പോവുകയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തമാണെന്നാണ് കേട്ടത്. കാരണം ഒരു സൈക്കിൾ എടുത്ത് കൂടുതൽ ഫുട്ബോൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് പരിശീലിപ്പിക്കാനുമല്ല, പരിശീലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് സത്യമാണോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ വളരെ ചെറുപ്പം മുതൽ